വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഗായത്രി. അപ്പോൾ നമ്മുടെ പൊളിറ്റി ഡേയുടെ സീരീസ് ഓഫ് ക്ലാസ്സസ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് ക്ലാസ് ആണ് പോകുന്നത്. അപ്പോൾ അത്രയും നല്ല ക്ലാസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ അനിൽ സാറ് പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ വ്യക്തമായിട്ട് അനിൽ സാറ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഷെഡ്യൂൾ പോകുന്നത്, അതുപോലെ ടൈമിങ്സ് എങ്ങനെയാണ്, ക്ലാസ്സസ് എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് അടുത്ത സെക്ഷൻ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾ മാനുവൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? മാനുവൽസ്, നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കമ്പനി പോവുകയാണെങ്കിലോ നിങ്ങൾക്ക് എന്ത് തരും? ഒരു മാനുവൽ ബുക്ക് തരും അല്ലേ? അപ്പോൾ അതിനകത്ത് ആ കമ്പനിയിൽ എന്തൊക്കെയാണ് ഉള്ളത് അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അല്ലേ? അപ്പോൾ അതേപോലെ വർക്ക് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഒരു മാനുവൽ പോലെ വർക്ക് ചെയ്യുന്ന ഒന്നാണ് പ്രിയാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രിയാമ്പിൾസ് ഇറ്റ്സ് ആക്ട് ലൈക്ക് എ മാനുവൽ, അല്ലെങ്കിൽ അതിന് എന്ത് പറയാം, നമുക്കൊരു ബ്ലൂ പ്രിന്റ് എന്ന് പറയാം അല്ലേ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള പ്രിയാമ്പുലസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ പ്രിയാമ്പുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗോ ബിഫോർ എന്നാണ് അർത്ഥം. നിങ്ങൾ അതിനകത്തേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതിലൂടെ കടന്നു പോവുക. അപ്പോൾ അതിനകത്ത് എല്ലാം വ്യക്തമായിട്ട് നമുക്ക് ഉള്ളടക്കം എന്താണെന്ന് പറഞ്ഞു തരും അല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്, നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തിനാണ് ഒരു മാനുവൽ അല്ലെങ്കിൽ ഒരു പ്രിയാമ്പിൾ എന്ന് ചോദിക്കും. ഇപ്പം നിങ്ങൾക്കൊരു ആക്ട് നോക്കണം, നിങ്ങൾക്ക് ആക്ടിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം പ്രിയാമ്പിളിലൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അതിനകത്ത് എന്ത് കാണും? ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ആക്ട് എന്താണ്, അതിന്റെ പേർപ്പസ് എന്താണ്, ഫിലോസഫി എന്താണ്, യൂസസ്, ഐഡിയാസ് ആൻഡ് ആസ്പിറേഷൻസ്, പ്രിൻസിപ്പിൾ, ഒബ്ജക്റ്റീവ്സ്, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ പ്രിയാമ്പിൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രിയാമ്പിളിനകത്തേക്ക് നമുക്കൊരു ആക്ടിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ ആക്ട് എന്തിനാണ് എന്നുള്ളത്. അതാണ് പ്രിയാമ്പിൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ആരാണ് പ്രിയാമ്പിൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്? ഹൂ ഡ്രാഫ്റ്റഡ് ദ പ്രിയാമ്പിൾ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡ്രാഫ്റ്റഡ് ദ പ്രിയാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫ്രണ്ടിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു ഡ്രാഫ്റ്റ് പ്രസന്റ് ചെയ്തു. അതെന്നാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്? 13th December 1946 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ ഒരു ഡ്രാഫ്റ്റ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഡ്രാഫ്റ്റിൽ നമ്മുടെ സൊസൈറ്റിയിൽ ലിബർട്ടി കിട്ടുന്നുണ്ടോ, ഇക്വാലിറ്റി കിട്ടുന്നുണ്ടോ, റൈറ്റ്സ് കിട്ടുന്നുണ്ടോ ഒക്കെ ഉറപ്പ് വരുത്തിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് ആയിരുന്നു അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് പ്രിയാമ്പിളായിട്ട് അഡോപ്റ്റ് ചെയ്തത് 22nd January 1947 നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. 22nd January 1947 അത് പ്രിയാമ്പിളായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത്, ഇത് പ്രിയാമ്പിളിൻ്റെ ഫ്രണ്ട് പേജ് ആണ്. അത് ആ ഒരു ഫ്രണ്ട് പോർഷൻ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ അറിയേണ്ടത്, നമ്മുടെ പ്രിയാമ്പിൾ ഉണ്ടായ അന്ന് മുതൽ ആകെ ഒറ്റവട്ടം മാത്രമേ ഒരു തിരുത്തൽ ഉണ്ടായിട്ടുള്ളൂ. അത് 42nd Amendment ആക്ടിലൂടെയാണ് അങ്ങനെ ഒരു അമെൻഡ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് 3 വേർഡ്സ് ആണ് ആഡ് ആക്കിയിട്ടുള്ളത്. അതായത് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, ഇങ്ങനെ 3 വേർഡ്സ് അല്ലെങ്കിൽ 3 തിങ്സ് ആണ് അതിനകത്തേക്ക് ആഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത അറിയേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഈ പ്രിയാമ്പിളിൻ്റെ ഫ്രണ്ട് പോർഷൻ, അതിനകത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സോഴ്സ്, പവർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യമേ നമ്മൾ കാണുന്ന ആ സെന്റൻസ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കുന്നത്? ബിഹാഫ് ഓഫ് ദ പീപ്പിൾ ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കാണുന്ന വേർഡ്സ് ആണ് സോവറിൻ സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഓക്കെ, ഈ വേർഡ്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നേച്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നേച്ചറാണ് സോവറിൻ, ഡെമോക്രാറ്റിക്, സെക്യുലർ, സോഷ്യലിസ്റ്റ്, റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്ന വേർഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ജസ്റ്റിസ്, equality, liberty,
ഫ്രട്ടേണിറ്റി. ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് നിർമ്മിച്ച് കഴിഞ്ഞത്, കംപ്ലീറ്റ് ആക്കിയ ദിവസമാണ് 26 നവംബർ 1949 എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആക്കിയ ഡേ ആണ് 26 നവംബർ 1949. ബട്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് ജാനുവരി 26, 1950 ഓക്കെ, അതും മാറിപ്പോകരുത്. ജാനുവരി 26, 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത്. പക്ഷെ അത് കംപ്ലീറ്റ് ആക്കിയ ദിവസമാണ് 26 നവംബർ 1949 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ നേച്ചറിൽ വന്ന കുറച്ച് വേർഡ്സ് ഇല്ലേ, ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്, അതിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം കണ്ടതാണ് സോവറിൻ. എന്താണ് സോവറിൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിനോട്ട് ചെയ്യുന്നത്? നമ്മുടെ കൺട്രി ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രിയാണ്. അതിലെ ഇന്റേണൽ അഫയേഴ്സ് എല്ലാം ഇന്റേണലി തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒരു എക്സ്റ്റേണൽ അഫയറിന് യാതൊരു രീതിയിലും ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് സോവറിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സോഷ്യലിസ്റ്റ്. എന്താണ് സോഷ്യലിസ്റ്റ്? സോഷ്യലിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റിലേക്ക് പോകും, ആ തിയറത്തിലേക്ക് പോകും. അപ്പൊ അവിടെ പറയുന്ന പറഞ്ഞാൽ ഒരു പവർ ഉണ്ട്, ആ പവറാണ് എല്ലാവരെയും റൂൾ ചെയ്യുന്നത്. അവിടുത്തെ പീപ്പിൾസിന് യാതൊരുവിധ റോളും കാണില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധിയുടെയും അതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ ഇൻസ്പിറേഷൻ, അവരുടെയൊക്കെ സോഷ്യലിസത്തിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ പറയുന്നത് വെൽഫെയർ സ്റ്റേറ്റ് ആണ്. നമ്മുടെ കൺട്രി ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിരിക്കണം. അതായത് പീപ്പിൾ ആണ് ഏത് ഗവൺമെൻറ് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അവിടെ ഒരു പവർ ഉണ്ടാവും, പക്ഷേ അതിൽ പീപ്പിളിന് ഒരു റോൾ കാണും. ഓക്കെ, അതാണ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വേർഡാണ് സെക്യുലർ. സെക്യുലർ എന്ന് പറയുന്നത് 42nd അമെൻമെന്റ് ആക്ടിലൂടെയാണ് അത് ആഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയുന്നത് നമ്മൾ സെക്യുലർ എന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങളിലൊക്കെ ആൻറ്റി റിലീജിയൻ അങ്ങനെയാണ് പറയുന്നത്. ആൻറ്റി റിലീജിയൻ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് അവിടെ ഒരു റിലീജിയൻ കാണില്ല, ആ കൺട്രിയിൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിന് ഒരു റിലീജിയൻ കാണില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഇൻഡിവിജ്വൽസിനും ആ റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അതായത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഒരു റിലീജിയൻ ഉണ്ടാകില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ഇന്ത്യയിൽ ഈ സെക്യുലർ എന്ന് പറയുന്നത് പോസിറ്റീവ് സെക്യുലറിസം ആണ് വരുന്നത്. പോസിറ്റീവ് സെക്യുലറിസം ആണ് നമ്മുടെ ഇന്ത്യയിൽ. അതായത് ദ സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ, സ്റ്റേറ്റിൽ റിലീജിയൻസ് ഒന്നും തന്നെ കാണില്ല. പക്ഷേ ദ ഇൻഡിവിജ്വൽ ഹാസ് ദ ഫ്രീഡം ടു പ്രാക്ടീസ്, പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. ഇൻഡിവിജ്വലിന് അത് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഏത് മതമാണോ ഏത് റിലീജിയനാണോ ഇഷ്ടം അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, അത് പ്രൊപ്പഗേറ്റും ചെയ്യാം. അതിനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് സെക്യുലറിസം ആണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത വേർഡാണ് ഡെമോക്രസി. ഡെമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ, ക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ. ഓക്കെ, അപ്പോൾ റൂൾസ് ആർ മെയ്ഡ് ബൈ ദ പീപ്പിൾ. ഓക്കെ, അതായത് നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാകുന്നത് ബൈ ദ വിൽ ഓഫ് ദ പീപ്പിൾ. പീപ്പിളുടെ വിൽ അനുസരിച്ചാണ് ഗവൺമെന്റ് വരുന്നത്. ആരാണ് നമ്മളെ ഭരിക്കേണ്ടത് തീരുമാനിക്കുന്നത്? നമ്മൾ തന്നെയാണ്. ഓക്കെ, അതാണ് ബൈ ദ വിൽ ഓഫ് ദ പീപ്പിൾ. ഓക്കെ, ഇനി ഡെമോക്രസി എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് ഉള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് ഉള്ളത്. അതായത് ഒരു 18 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ സിറ്റിസൺസിന് ഇലക്ട് ചെയ്ത് അവരവരുടെ ഗവൺമെന്റിനെ തീരുമാനിക്കാൻ ആ ഒരു റൈറ്റ് ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്ന റെപ്രസെന്റേറ്റീവ് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ റിയൽ ഹെഡ് ആരാണ്? PM അല്ലെ? നോമിനേറ്റീവ് ഹെഡ് ആരാണ്? റിയൽ ഹെഡ് PM, നോമിനേറ്റീവ് ഹെഡ് ആരാണ്? പ്രസിഡന്റ്. ഓക്കെ, നോമിനേറ്റീവ് ഹെഡ് ആരാണ്?
നോമിനേറ്റിംഗ് ഹെഡ് ആണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും ഇലക്റ്റഡ് പേഴ്സൺസ് ആണ് അല്ലെ, ഇവർ രണ്ടുപേരെയും നമ്മൾ ഇലക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വേർഡ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഇലക്റ്റഡ്. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനെ ഇലക്ട് ചെയ്തിരിക്കുക. അത് മൊണാർക്കിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഇലക്റ്റഡ് ആൻഡ് നോട്ട് നോമിനേറ്റഡ് ബൈ ദ ഹെറിഡിറ്ററി. പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഭരണ സംവിധാനം അല്ല ഉള്ളത്. ഇലക്ട് ചെയ്ത് ആരാണോ നമ്മുടെ ഗവൺമെന്റ്, നമ്മളെ ഭരിക്കേണ്ടത് ആരാണെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രാജാവിന്റെ മകൻ രാജാവ് അങ്ങനെയുള്ള സംഭവം അല്ല ഇവിടെ ഉള്ളത്. ഇലക്ഷനിലൂടെ നമ്മൾ തീരുമാനിക്കും ഏത് ഗവൺമെന്റ് നമ്മളെ ഭരിക്കണം എന്നുള്ളത്. അതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. ഈസ് പ്രിയാമ്പിൾ എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഈസ് പ്രിയാമ്പിൾ എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്യാൻ ഇറ്റ് ബി അമെൻഡഡ്? പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണോ? അതിനെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ, അതിനെ തിരുത്താൻ പറ്റുമോ എന്നുള്ളതാണ് രണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അതിന് പറയുന്നതിന് മുന്നേ നമുക്ക് ഒരാളെ കൂടി കൂട്ടുപിടിക്കാനുണ്ട്. ആർട്ടിക്കിൾ 368 ദ പവർ ഓഫ് പാർലമെന്റ്. പാർലമെന്റിന് ആർട്ടിക്കിൾ 368 പറയുന്നത് പാർലമെന്റിന് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്, റൈറ്റ് ഉണ്ട്. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 368 പറയുന്നത്. അപ്പൊ ഇതിനെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് കേസ് ആയിരുന്നു റീബെർവൺ യൂണിയൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് എൻക്ലേവ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഈ പറയുന്ന പ്രിയാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പാർട്ട് അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അന്ന് ആ പാർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ ബാക്കി എല്ലാ പാർട്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്കി കംപ്ലീറ്റ് പാർട്ടും നമുക്ക് അമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കല്ല പാർലമെന്റിന് അമെൻഡ് ചെയ്യാം എന്നുള്ള ഒരു പവർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട്, സോ ഇറ്റ് കാനോട്ട് ബി അമെൻഡഡ്. അന്ന് പ്രിയാമ്പിൾ പാർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ അമെൻഡ് ചെയ്യാൻ പറ്റില്ല, അതിനെ തിരുത്താൻ പറ്റില്ല. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അങ്ങനെ ഒരു കേസ് വന്ന സമയത്താണ് പ്രിയാമ്പിളും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ്, ലൈക്ക് എനി അതർ പാർട്ട്, മറ്റേത് പാർട്ടിനെ പോലെയും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് പാർട്ടിനെ പോലെയും അമെൻഡ് ചെയ്യാം ഈ പറയുന്ന പ്രിയാമ്പിളും. കാരണം പ്രിയാമ്പിൾ ഈസ് ആൾസോ എ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? പ്രിയാമ്പിൾ ക്യാൻ ആൾസോ ബി അമെൻഡഡ്. ഓക്കെ, നമ്മൾ നേരത്തെ കേട്ടു പ്രിയാമ്പിളിന് ഒറ്റ തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. 42nd അമെൻമെന്റ് ആക്ടിലൂടെ ഒറ്റ തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 3 കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, അതിന്റെ ബേസിക് സ്ട്രക്ചറിന് യാതൊരുവിധ ചേഞ്ചും ഉണ്ടാകാൻ പാടില്ല. പ്രിയാമ്പിളിന്റെ ബേസിക് സ്ട്രക്ചറിന് യാതൊരുവിധ ചേഞ്ചും ഉണ്ടാകാൻ പാടില്ല. അത് അതിന്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ അമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല ജുഡീഷ്യൽ റിവ്യൂവിന് അവിടെ പോസിബിൾ ആണ്, ജുഡീഷ്യൽ റിവ്യൂ പോസിബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെക്ഷൻ. അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്, ഷെഡ്യൂൾസ്. നമുക്ക് എത്ര ഷെഡ്യൂൾസ് ഉണ്ട്? 12 ഷെഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. 12 ഷെഡ്യൂൾസ് ആർ ദയർ. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾസ് ഒന്ന് നോക്കേ. ഫസ്റ്റ് ഷെഡ്യൂൾ പറയുന്നത് ദ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ആൻഡ് ദയർ ടെറിട്ടറീസ്. യൂണിയൻ ടെറിട്ടറിയും ടെറിട്ടറീസിനെ പറ്റിയിട്ടായിട്ടുള്ള സ്റ്റേറ്റിനെ പറ്റിയിട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ഷെഡ്യൂൾ പറയുന്നത് എന്താ? അലോവൻസ്, പ്രിവിലേജസ്, എമോളുമെന്റ്സ് ഓഫ് ദ പ്രസിഡന്റ്, ഗവർണർ, സുപ്രീം കോർട്ട് ജഡ്ജസ് എക്സെട്ര. അതായത് സുപ്രീം കോർട്ട് ജഡ്ജസിനും പ്രസിഡന്റിനൊക്കെ കൊടുക്കുന്ന ശമ്പളം. എമോളുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശമ്പളം. അപ്പോൾ അത് പ്രിവിലേജസ്, അലോവൻസ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഷെഡ്യൂളിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് തേർഡ് ഷെഡ്യൂൾ, ഓത്ത്സ് ആൻഡ് അഫർമേഷൻസ്. ഈ പറയുന്ന മെമ്പേഴ്സ് ഒക്കെ അവർ ചെയ്യേണ്ട പ്രതിജ്ഞകളെ പറ്റിയിട്ടും ഡ്യൂട്ടീസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് തേർഡ് ഷെഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫോർത്ത് ഷെഡ്യൂൾ എന്താ പറയുന്നത്? അലൊക്കേഷൻ ഓഫ് സീറ്റ്സ് ഫോർ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഇൻ രാജ്യസഭ. രാജ്യസഭയിലെ യൂണിയൻ ടെറിട്ടറീസിലും അതുപോലെ സ്റ്റേറ്റ്സിനും ഒക്കെ ഉണ്ടാകുന്ന സീറ്റ്, നമ്മുടെ കേരളത്തിന് 9 സീറ്റ്സ് എന്നൊക്കെ പറയത്തില്ല രാജ്യസഭയിൽ, അതുപോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? ഫോർത്ത് ഷെഡ്യൂള് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫിഫ്ത്ത് ഷെഡ്യൂൾ. ഫിഫ്ത്ത് ഷെഡ്യൂൾ എന്താ പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഷെഡ്യൂൾഡ് ഏരിയാസിലും ഷെഡ്യൂൾഡ് ട്രൈബ്സിനുമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സിക്സ്ത് ഷെഡ്യൂൾ, ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ്
ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ ട്രൈബൽസിന്റെ അഡ്മിനിസ്ട്രേഷൻസിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ പറയുന്ന 6th ഷെഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് 7th ഷെഡ്യൂൾ. ഫെഡറൽ സ്ട്രക്ചർ ഡീൽസ് വിത്ത് ദ 3 ലെജിസ്ലേറ്റീവ് ലിസ്റ്റ്, യൂണിയൻ, സ്റ്റേറ്റ്, കൺകറന്റ്. ഈ 3 എണ്ണത്തിനെ പറ്റിയിട്ട് പറയുന്ന ഒരു ഫെഡറൽ സ്ട്രക്ചർ ആണ് അടുത്ത 7th ഷെഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 8th ഷെഡ്യൂളിൽ പറയുന്നത് എന്താണ്? ഒഫീഷ്യൽ ലാംഗ്വേജ്. നമുക്ക് എത്ര ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്? 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് 8th ഷെഡ്യൂളിൽ വരുന്നത്. ഓക്കെ, ഇനി 9th ഷെഡ്യൂൾ എന്താ വരുന്നത്? ലാൻഡ് റിഫോംസ് ആൻഡ് ദ അബോളിഷൻ ഓഫ് ജമീന്ദാരി സിസ്റ്റം. ലാൻഡ് റിഫോംസ്, ഈ ജമീന്ദാരി സിസ്റ്റം എന്താ? പ്രഭുക്കളുടെ കാലം അല്ലേ? പ്രഭുക്കൾക്കാർക്കും ഈ പറയുന്ന ലാൻഡിൽ അവകാശം ഉണ്ടാവുക. അപ്പോൾ ആ ജമീന്ദാസിന്റെ കാര്യങ്ങളൊക്കെ മാറ്റാൻ, പ്രിവെന്റ് ചെയ്യാൻ, അബോളിഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലാൻഡ് റിഫോംസ് ആൻഡ് ദ അബോളിഷൻ ഓഫ് ദ ജമീന്ദാരി സിസ്റ്റം ആണ് ഈ പറയുന്ന 9th ഷെഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് 10th ഷെഡ്യൂൾ. പ്രൊവിഷൻസ് റിലേറ്റിംഗ് ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ. എന്തെങ്കിലും ഒരു ക്രിമിനൽ കുറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെമ്പേഴ്സ്, പാർലമെന്റിലെ മെമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ? ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന 10th ഷെഡ്യൂൾ പറയുന്നത്. ഇനി അടുത്ത 11th ഷെഡ്യൂൾ എന്താ പറയുന്നത്? പഞ്ചായത്ത്സ്. 12th ഷെഡ്യൂൾ പറയുന്നത് മുനിസിപ്പാലിറ്റീസ്. അപ്പോൾ ഇത്രയും ഷെഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് കൺഫ്യൂഷൻ മാറിപ്പോകുന്നു, നമുക്ക് മനസ്സിലാവുന്നില്ല, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. അതിനൊരു ഈസി ട്രിക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈസി ട്രിക്ക് എന്ന് പറയുന്നത് ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. അതാണ് ഈസി ട്രിക്ക്. ഇറ്റ്സ് ദ കോഡ്. ഓക്കെ, ടിയേഴ്സ് ഓഫ് ദ ഓൾഡ് PM. ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടു കാണും, ഈ പറയുന്ന ഒരു റെഡ് ലെറ്റേഴ്സിൽ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അതാണ് നമ്മൾ കോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് T for territories and states. അപ്പോൾ തന്നെ മനസ്സിലാകും സ്റ്റേറ്റിനെയും യൂണിയൻ ടെറിട്ടറീസിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന ലിസ്റ്റാണ് ഈ പറയുന്ന ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സെക്കൻഡ്, എമോളുമെന്റ്സ്, ശമ്പളം. അപ്പം തന്നെ മനസ്സിലാക്കണം, പ്രസിഡന്റിനും അതുപോലെ തന്നെ സുപ്രീം കോടതിനൊക്കെ കൊടുക്കുന്ന ശമ്പളത്തിന്റെയും അലവൻസിന്റെയും പ്രിവിലേജസിന്റെയും കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഇനി അടുത്തതാണ് അഫോമേഷൻസ് ആൻഡ് ഓത്ത്സ്. ഓത്ത്സ് എന്ന് പറയുമ്പോൾ പ്രതിജ്ഞ. അപ്പോൾ അവരെടുക്കേണ്ട പ്രതിജ്ഞകളും അവരുടെ ഡ്യൂട്ടീസുമാണ് ഈ പറയുന്ന 3rd ഷെഡ്യൂളിൽ പറയുന്നത്. 4th ഷെഡ്യൂൾ ഫോർ രാജ്യസഭ സീറ്റ്സ് അലൊക്കേഷൻസ്. രാജ്യസഭ സീറ്റിൽ സ്റ്റേറ്റ്സിനും യൂണിയൻ ടെറിട്ടറീസിലൊക്കെ ഉള്ള സീറ്റ്സിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെ എസ് ഫോർ ഷെഡ്യൂൾഡ് ഏരിയാസ്. ഷെഡ്യൂൾഡ് ഏരിയാസ് നമ്മൾ പറഞ്ഞില്ലേ, ഷെഡ്യൂൾഡ് ഏരിയാസിന്റെ പ്രത്യേക അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ഇനി അടുത്തതാണ് അതർ ട്രൈബൽ ഏരിയാസ്. ഞാൻ പറഞ്ഞു ഈ പറയുന്ന ഷെഡ്യൂൾഡ് ഏരിയാസിൽ പറയുന്ന ബാക്കി ഇതിൽ പറയാത്ത അതർ ട്രൈബൽ ഏരിയാസ്, അതാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുള്ള ആസാം, ത്രിപുരയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിന്റെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടുള്ള ഫോർ അതർ എന്ന് വിചാരിച്ചാൽ മതി, അതർ ട്രൈബൽ സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത്, ആ ഷെഡ്യൂളിനകത്ത് പറയുന്നത്. അതുപോലെ അടുത്തതാണ് ഫെഡറൽ. F ഫോർ ഫെഡറൽ ലിസ്റ്റ്. ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്, യൂണിയൻ, കൺകറന്റ് എന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഇവിടെ. സ്റ്റേറ്റ്, യൂണിയൻ, കൺകറന്റ്, സ്റ്റേറ്റ്, യൂണിയൻ, കൺകറന്റ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഫെഡറൽ സ്ട്രക്ചറിനെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് O ഫോർ ഒഫീഷ്യൽ ലാംഗ്വേജസ്. എത്ര ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്? 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ L ഫോർ ലാൻഡ് റിഫോംസ്. ലാൻഡ് റിഫോംസ് നോക്കുമ്പോൾ ജമീന്ദാരി സിസ്റ്റം ആലോചിക്കണം. അപ്പോൾ അബോളിഷൻ ഓഫ് ജമീന്ദാരി സിസ്റ്റംസ്. അതുപോലെ D, ഡിഫെക്ഷൻ. ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞു എന്തെങ്കിലും തെറ്റുകൾ, ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ മെമ്പേഴ്സിനെ, പാർലമെന്റിലെ മെമ്പേഴ്സിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അത് 1985 ആ ലോ കൊണ്ടുവന്നിട്ടുള്ളത്. ഡിഫെക്ഷൻ എന്ന് പറയുന്ന ലോ കൊണ്ടുവന്നിട്ടുള്ളത്. അത് 52 അമെൻമെന്റ് ആക്ടിലൂടെയാണ് അതിന് ആഡ് ഓൺ ചെയ്തത്. അതുപോലെ അടുത്തതാണ് പഞ്ചായത്തി രാജ് സിസ്റ്റം. പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നത് ഏത് വർഷമാണ്? പഞ്ചായത്ത് രാജ് സിസ്റ്റം ഏത് വർഷമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഓക്കെ, 1992 പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അത് 73rd അമെൻമെന്റ് ആക്ടിലൂടെയാണ് അതിനെ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ അടുത്തത് മുനിസിപ്പാലിറ്റീസ്. മുനിസിപ്പാലിറ്റീസ് എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റീസ് ലോ കൊണ്ടുവന്നത് 1992 മുനിസിപ്പാലിറ്റി ലോ കൊണ്ടുവന്നത്. അപ്പോൾ അത് 74th അമെൻമെന്റ് ആക്ടിലൂടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും 12 ഷെഡ്യൂൾസ് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എളുപ്പമായില്ലേ? പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായില്ലേ? ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. അത് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി, അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത്
ഇനി അടുത്തതാണ് പാർട്സിനെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. ഞാനിവിടെ 4A പാർട്ട് 4A വരെയാണ് പറയുന്നത്. അപ്പോൾ പാർട്ട് 1, 2, 3, 4 ആൻഡ് പാർട്ട് 4A ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, പാർട്ട് 1 ദി യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, ഈ കാര്യങ്ങളൊക്കെയാണ് പാർട്ട് 1 പറയുന്നത്. അതിൽ വരുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 1 to 4 ആണ്. ഓക്കെ, അതുപോലെ അടുത്തതാണ് സിറ്റിസൺഷിപ്പ്. പാർട്ട് 2 പറയുന്നതാണ് സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ അത് പറയുന്ന ആക്ട്സ് ആണ് ആർട്ടിക്കിൾ 5 to 11. ഓക്കെ, ആർട്ടിക്കിൾ 5 to 11 ആണ് പാർട്ട് 2 വരുന്നത്. ഓക്കെ, അതിൽ സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. പാർട്ട് 3 വരുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്ക് എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് പാർട്ട് 3 വരുന്നത്. ആർട്ടിക്കിൾ ഫ്രം 12 to 35 ആണ് അതിനോടനുബന്ധിച്ച ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് പാർട്ട് 4 ഈസ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ. എന്താ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ? നമ്മുടെ പാർലമെന്റിലെ മെമ്പേഴ്സിന് ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അവർ ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഓക്കെ, അത് ആർട്ടിക്കിൾ 36 to 51 ഒന്ന് മാറിപ്പോയിട്ടുണ്ട്, താഴെയായി പോയി. ഓക്കെ, ആർട്ടിക്കിൾ 36 to 51 ആണ് ഈ പറയുന്ന ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പാർട്ട് 4 വരുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പാർട്ട് 4A വരുന്നതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇത് വരുന്നത് ആർട്ടിക്കിൾ 51A വരുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താ? നമുക്ക് നമ്മുടെ ഗവൺമെന്റിനോട് ചെയ്യേണ്ട കുറച്ച് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യണം. അതുപോലെ ഇപ്പോൾ ജനഗണമന കേട്ടാൽ എണീറ്റ് നിൽക്കണം, നമ്മുടെ ഫ്ലാഗിനെ കണ്ട് സല്യൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളല്ലേ, ഫ്ലാഗിനെ റെസ്പെക്ട് ചെയ്യണം. ഇങ്ങനെയുള്ള കുറച്ച് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഇവിടെ പറയുന്നത്, പാർട്ട് 4A പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഇത് മൊത്തം പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടൈം പോരാതെ വരാം. അപ്പം ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇനി പാർട്ട് 1 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പാർട്ട് 1 പറഞ്ഞിട്ടുള്ളത്? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, അതിനെ പറ്റിയിട്ടാണ് പാർട്ട് 1 പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരുന്ന ആർട്ടിക്കിളാണ് 1 to 4 എന്ന് പറയുന്നത്. ഓക്കെ, 1 to 4. അപ്പോൾ അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, ആർട്ടിക്കിൾ 1, 2, 3, 4 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദ യൂണിയൻ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഓൺലൈൻ ക്ലാസ്, നമ്മുടെ ഓൺലൈൻ ക്ലാസ് പോകുന്നുണ്ട്, നല്ല ഡീറ്റെയിൽ ആയിട്ട് ബേസ് കംപ്ലീറ്റ് പറഞ്ഞു തരുന്ന ക്ലാസ്സസ് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി കാണാം, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഒത്തിരി പേർക്ക് ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഈ പറയുന്ന PDF ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും ജോയിൻ ആവാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. ആർട്ടിക്കിൾ 1 നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദ യൂണിയൻ, ആർട്ടിക്കിൾ 2 അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, പുതിയ സ്റ്റേറ്റ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ. ഇനി അറിയേണ്ട മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ പറയുന്ന യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അത് ആഡ് ആക്കിയുള്ളത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ആക്കിയിട്ടുള്ളത് ഏത് വർഷമാണ്? 1956 ആഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, 1956 7th അമെൻമെന്റ് ആക്ടിലൂടെയാണ് അത് ആഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ആക്കിയത് 1956. അപ്പോൾ ആ ആക്ടിനെ പറയുന്ന പേരാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്. ഈ ആക്ടിലൂടെ 1956 യൂണിയൻ ടെറിട്ടറിയുടെ കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത്. ഇനി നമ്മൾ പറഞ്ഞു പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സിറ്റിസൺഷിപ്പ് എപ്പോഴാണ് കിട്ടുന്നത്? നമുക്ക്
സിറ്റിസൺഷിപ്പ് 4 രീതിയിലാണ് നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുക. സിറ്റിസൺഷിപ്പ് ക്യാൻ ബി അക്വയർഡ് ബൈ 4 ways. ബൈ ബർത്ത്, നമ്മൾ ആ കൺട്രിയിൽ ജനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. അതുപോലെ ബൈ ഡിസെൻഡ്, നമ്മുടെ അച്ഛനും അമ്മയും ഇന്ത്യക്കാരാണ്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും അതേ കൺട്രിയിലാണ് ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ജനിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താകും, ആ കൺട്രിയിലെ സിറ്റിസൺ ആകും. അതുപോലെ തന്നെ ബൈ രജിസ്ട്രേഷൻ, നമുക്ക് 18 years ഒക്കെ കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പറയാം എനിക്ക് ഇന്ന കൺട്രിയിലെ സിറ്റിസൺഷിപ്പ് മതി, അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയും നമ്മുടെ ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബൈ നാച്ചുറലൈസേഷൻ, അതായത് ഇപ്പോൾ എവിടെന്നെങ്കിലും മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർ, ഏതെങ്കിലും രാജ്യത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ പാർലമെന്റ് തീരുമാനിക്കാവുന്നതാണ്. അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെയും സിറ്റിസൺഷിപ്പ് കിട്ടും. ഇനി വേറൊരു രീതിയിലും കൂടെ കിട്ടും, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് നമ്മുടെ ഇന്ത്യ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം പിടിച്ചടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് നമ്മുടെ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള റൈറ്റ് നമ്മുടെ പാർലമെന്റിനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സിറ്റിസൺഷിപ്പ് നമുക്ക് അക്വയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് അത് ലോസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ ലോസ്റ്റ് ആവാം? 3 രീതിയിലാണ് അത് ലോസ്റ്റ് ആവുന്നത്. ഓക്കെ, അതാണ് റെനൗൺസിയേഷൻ, ഡിപ്രൈവേഷൻ ആൻഡ് ടെർമിനേഷൻ. ഓക്കെ, ഇങ്ങനെ ഈ 3 രീതിയിലാണ് കിട്ടുന്നത്. 3 രീതിയിലാണ് നമ്മുടെ സിറ്റിസൺഷിപ്പ് ലോസ്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ റെനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെനൗൺസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 18 വയസ്സാകുമ്പോൾ നമുക്ക് തീരുമാനിക്കാം, നമുക്ക് ഈ സിറ്റിസൺഷിപ്പ് വേണ്ട, ഇങ്ങനെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അങ്ങനെ സിറ്റിസൺഷിപ്പ് നമുക്ക് വേണ്ടാന്ന് വെക്കുന്നതാണ് റെനൗൺസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിപ്രൈവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും ക്രിമിനൽ, അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പെക്ട് ചെയ്യാതെ അതിനെതിരായിട്ട് പ്രവർത്തിക്കാന്നുണ്ടെങ്കിൽ സിറ്റിസൺഷിപ്പ് എടുത്ത് കളയാനുള്ള റൈറ്റ് ആർക്കുണ്ട്? നമ്മുടെ ഗവൺമെന്റിനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡുവൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയും. അതായത് നമുക്ക് 2 രാജ്യങ്ങളുടെ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്യും. ഇപ്പം നമുക്ക് ഇവിടെയും ഉണ്ട്, അമേരിക്കയിലും സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റും? എടുത്ത് കളയാനുള്ള റൈറ്റ് ഗവൺമെന്റിനുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സിറ്റിസൺഷിപ്പ് ലോസ്റ്റ് ആവുന്നത്. ഓക്കെ, ഇനി പറയുന്നത് നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ഏത് രാജ്യത്ത് നിന്നാണ് എടുത്തത്? UK നിന്നാണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യമാണ് എന്ത്? സിറ്റിസൺഷിപ്പ് ആക്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് സിറ്റിസൺഷിപ്പ് ആക്ട്. 1955 സിറ്റിസൺഷിപ്പ് ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, 1955 മറക്കരുത്, 1955 സിറ്റിസൺഷിപ്പ് ആക്ട് വരുന്നത്. അതുപോലെ തന്നെ അത് എവിടെ നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത്? UK നിന്നാണ് അത് ബോറോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ ആ സെക്കൻഡ് പാർട്ടിൽ ഇത്രയും ആർട്ടിക്കിൾസാണ് വരുന്നത്. 5 to 11 ആർട്ടിക്കിൾസ് ആണ് വരുന്നത്. അപ്പോൾ 5 to 11 ആർട്ടിക്കിൾസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. സിറ്റിസൺഷിപ്പ് അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ് ഓഫ് ദ സിറ്റിസൺഷിപ്പ് ഓഫ് സർട്ടൈൻ പേഴ്സൺസ് ഹു ഹാവ് മൈഗ്രേറ്റ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസാണ് വരുന്നത്. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ടൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പാർട്ട് 3 കാര്യം, പാർട്ട് പാർട്ട് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, അത് 12 to 35 ആണ് വരുന്നത്. നമുക്ക് എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളാണ് ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു? 6 എണ്ണം. ഏതൊക്കെയാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത്രയുമാണ് നമ്മുടെ ഫ്രീഡം ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് 6 എണ്ണമാണ്. അതിനോടനുബന്ധിച്ച ആർട്ടിക്കിൾസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 to 18, റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 to 22, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23 to 24, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 to 28, അതുപോലെ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 29 to 30, അതുപോലെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32. ഓക്കെ,
ആർട്ടിക്കിൾ 32 വരെ അല്ല, ആർട്ടിക്കിൾ 35 വരെ ഉണ്ട്. പക്ഷെ ആർട്ടിക്കിൾ 32 ആണ് അത്രയും ആ സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് മാത്രം ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏത് കൺട്രിയിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് US നിന്നാണ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത്. അത് മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ പറഞ്ഞത്? UK നിന്ന് നമ്മൾ എന്തോ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എന്താ നമ്മൾ എടുത്തിട്ടുള്ളത് UK നിന്ന്? UK നിന്ന് എടുത്തതാണ് സിറ്റിസൺഷിപ്പ്, മറക്കരുത്. ഓക്കെ, അതുപോലെ US നിന്ന് എടുത്തതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു റൈറ്റ് ടു ഇക്വാലിറ്റി, അത് 14 to 18 ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് വരുന്നത് റൈറ്റ് ടു ആർട്ടിക്കിൾ 14 വരുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി പ്രൊവൈഡ്സ് ഫോർ ദ ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് എവ്രി വൺ ബിഫോർ ദ ലോ. ലോയുടെ മുന്നിൽ എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ആർട്ടിക്കിൾ 15 പറയുന്നത് പ്രിവെന്റ്സ് ദ ഡിസ്ക്രിമിനേഷൻ ഓൺ വേരിയസ് ഗ്രൗണ്ട്സ്, പല ഗ്രൗണ്ട്സിൽ വരുന്ന ഡിസ്ക്രിമിനേഷൻസ് പ്രിവെന്റ് ചെയ്യണം. അതുപോലെ ആർട്ടിക്കിൾ 16 വരുന്നത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. പബ്ലിക് എംപ്ലോയ്മെന്റ് ആണ് പെണ്ണ് വ്യത്യാസമില്ല, കാസ്റ്റ് വ്യത്യാസമില്ല, ഒന്നിലും വ്യത്യാസമില്ലാതെ നമുക്ക് എന്ത് വേണം? ഇക്വാലിറ്റി വേണം. എന്തിന്? ഓപ്പർച്യൂണിറ്റിക്ക്. ഓക്കെ, പബ്ലിക് എംപ്ലോയ്മെന്റ്സിലെ ഓപ്പർച്യൂണിറ്റിക്ക് ഇക്വാലിറ്റി വേണം. അതാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 17 പറയുന്നത് എന്താണ്? അബോളിഷസ് അൺടച്ചബിലിറ്റി, അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ. ഓക്കെ, അതൊക്കെ അബോളിഷ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 18 പറയുന്നതാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. നമുക്ക് അറിയാം, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈ പറയുന്ന കേരളത്തിലുള്ള ആൾക്കാർക്കൊക്കെ സർ നെയിം, അതുപോലെ തന്നെ റായ് ബഹദൂർ നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അബോളിഷ് ചെയ്യണം, വേണ്ടാതെ വെക്കണം. ഓക്കെ, അതൊക്കെ ഇല്ലാതാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. അപ്പൊ ഇത് പഠിക്കാൻ ഒരു കോഡും കൂടി ഉണ്ട്, അതാണ് LD ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് കണ്ടോ? അത് നോക്കിയാൽ മതി. LD ഔട്ട്. അപ്പൊ L സ്റ്റാൻഡ്സ് ഫോർ എന്താ? ലോ. ലോയുടെ മുന്നിൽ എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. D സ്റ്റാൻഡ്സ് ഫോർ ഡിസ്ക്രിമിനേഷൻ, പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഇല്ലാതാക്കണം. O സ്റ്റാൻഡ്സ് ഫോർ ഓപ്പർച്യൂണിറ്റി, പബ്ലിക് എംപ്ലോയ്മെന്റിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണം. U സ്റ്റാൻഡ്സ് ഫോർ അൺടച്ചബിലിറ്റി, അൺടച്ചബിലിറ്റി ഇല്ലാതാക്കണം. അതുപോലെ T സ്റ്റാൻഡ്സ് ഫോർ ടൈറ്റിൽസ്, എന്താ? ടൈറ്റിൽസ് ഒക്കെ അബോളിഷ് ചെയ്യണം. എളുപ്പമല്ലേ പഠിക്കാൻ? ഇപ്പോ ഈ പറയുന്ന ആർട്ടിക്കിൾ 14 to 18 നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റത്തില്ലേ? LD ഔട്ട് എന്ന് പറയുന്ന ഒരു കോഡ് വെച്ചിട്ട്. ഓക്കെ, ഇനി അടുത്തത്, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കുറച്ച് ആർട്ടിക്കിൾസ് ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ്. നമുക്ക് എന്ത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 21 പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഇതാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ആർട്ടിക്കിൾ 21. അതുപോലെ ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ, നമുക്ക് വിദ്യാഭ്യാസത്തിനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നുണ്ട്? 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ടും വേണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലേ? അപ്പോൾ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ അതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാർട്ട് 1 to 4A വരെ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷനുമായിട്ട് 1 മണിക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫോണൊക്കെ ചാർജൊക്കെ ഇട്ട് നിങ്ങൾ റെഡി ആയിട്ട് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ട് അടുത്ത സെക്ഷനിൽ വരിക. ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി നിങ്ങൾ പൊളിറ്റി ബേസ് സെറ്റാക്കി എടുക്കുക. ഓക്കെ, താങ്ക് യു.